ഒരു നല്ല ത്രില്ലർ പടം ക്ലൈമാക്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു വില്ലനെ റിവീൽ ചെയ്യുന്ന സീനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലേ. ചില സമയത്ത് ചില സിനിമകളിൽ കാണാം, ആദ്യം ഒരാളെ കാണിച്ച് പിന്നീട് ഇവരല്ല വില്ലൻ, പിന്നെ മറ്റൊരാളാണ് വില്ലൻ, അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്നൊരു സിനാരിയോ ഉണ്ടല്ലോ. ആ ഒരു സിനാരിയോ ആയിരുന്നു ഇന്നത്തെ IPL-ലെ 4ാമത്തെ മാച്ചിൽ ഉണ്ടായിരുന്നത്. PBKS വേഴ്സസ് GT മാച്ച്. ത്രില്ല് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ത്രില്ല്. കാരണം മാച്ചിന്റെ അവസാനത്തോട്ട് GT ജയിക്കാം, PBKS ജയിക്കാം, അങ്ങനെ ഒരു സ്റ്റേജിലോട്ട്. ശരിക്ക് 2 വിക്കറ്റ് പോയിട്ട് കളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കൂപ്പർ കോഹ്ലിയും ശ്രേയസ് അയ്യറും ബാറ്റ് ചെയ്യുന്ന സമയത്ത് 2 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ റൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൺഫേം ആണ് PBKS ജയിക്കുന്നുള്ളത്. പക്ഷേ പിന്നീട് ഒരു ബോളിൽ ശ്രേയസ് അയ്യറിന് പരിക്ക് പറ്റിയാണ് കൈക്ക്. അത് കോഹ്ലി അടിച്ച അടിയിൽ തന്നെ കൈക്ക് ഗ്ലൗസിന് കൊണ്ടിട്ടാണ്, ഗ്ലൗസിന്റെ ആകണ്ട് വിരലാണ് നല്ല പരിക്ക് പറ്റുന്നത്. നല്ല ഹാർഡ് ഹിറ്റിംഗ് ആണ്. കാരണം കോഹ്ലി അതിന് മുന്നേ കുറെ 6 ഒക്കെ അടിച്ചാണ്, നല്ല ഹാർഡായിട്ട് അടിക്കുന്ന ആളാണ്. അപ്പം ആ അടിച്ച അടിയിലാണ് ആൾക്ക് ഒരടി അടിച്ചപ്പോൾ നേരെ വന്ന് കൈക്കിനെ കൊണ്ടത്. അപ്പൊ ആ ഒരു പരിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിന്റെ ഇടയിൽ മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. ഒരുമാതിരി നമ്മൾ അല്ലേ ചില സിനിമകളിൽ ക്ലൈമാക്സിലുള്ള പോലെ മഴ ചാറുന്നു, കൈക്ക് പരിക്ക് പറ്റുന്നു. അത് കഴിഞ്ഞ് ശ്രേയസ് അയ്യർ അടുത്ത ഓവറിൽ വിക്കറ്റും പോയി. വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഫുൾ ചറപറ. വരുന്നവരൊക്കെ പോയിക്കൊണ്ടിരിക്കും. വരുന്ന ഓരോരാൾ വരുന്ന സമയത്തും വിചാരിക്കും ഇവര് ജയിപ്പിക്കുന്നു. പക്ഷെ ഇവരെല്ലാം ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക. കളി മൊത്തത്തിൽ GTയുടെ കയ്യിലോട്ടാവുന്നു. ഒരു സൈഡിൽ ഇതെല്ലാം കണ്ടുകൊണ്ട്, വിക്കറ്റുകളൊക്കെ പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അതാണ് കൂപ്പർ കോഹ്ലി. ഒന്നും നോക്കുന്നില്ല, വട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ അങ്ങ് കളിച്ചോളാം എന്നുള്ള രീതിയിൽ ഒരു ചേസ് മാസ്റ്റർ സൈഡിലൂടെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആള് കറക്റ്റ് പ്ലാനിങ്ങിലാണ്. അവസാനം നമ്മളെ ബാട്ട്ലെറ്റ് വന്നിട്ട് ഒരു 6 അടിച്ചപ്പോഴാണ് കളി എഗെയിൻ പഞ്ചാബിന്റെ അടുത്തോട്ട് തിരിച്ചെത്തുകയും അതിനുശേഷം പിന്നെ നോക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ശരിക്കും ഒരു പ്രഷർ സിറ്റുവേഷനെ മാറ്റിയത് അവിടെ ആ ഒരു ബാട്ട്ലെറ്റിന്റെ ഒരു 6 ആയിരുന്നു. ആ ഒരു 6 അടിച്ചോടുകൂടി കളി മൊത്തത്തിൽ പഞ്ചാബിന്റെ കയ്യിലായി. പിന്നീട് അങ്ങോട്ട് കൂളായിട്ട് കൂപ്പർ കോഹ്ലി എന്നെ കളി ജയിപ്പിക്കാറുണ്ടായിരുന്നു. കറക്റ്റ് നല്ലൊരു കളി കേട്ടോ. അതായത് ഫസ്റ്റ് ഒരു 1 ഡൗണിൽ ഇറങ്ങിയിട്ട് എൻഡ് വരെ ഏകദേശം 7 വിക്കറ്റ് പോകുന്നവരെ ആളവിടെ നിൽക്കുകയും അവസാനം 3 വിക്കറ്റിന് പഞ്ചാബ് ജയിക്കുകയും ചെയ്തു. അവസാനത്തെ 5 ബോൾ ബാക്കിയുണ്ട്. ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരിക്കും GT അടിച്ച സ്കോർ മുന്നത്തെ ആദ്യത്തെ 2 മാച്ച് വെച്ച് നോക്കുമ്പോൾ വലിയ സ്കോറല്ല. പക്ഷേ കഴിഞ്ഞ CSKയുടെ മാച്ച് വെച്ച് നോക്കുമ്പോൾ GT അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കോറാണ്. ഒരു പിടിച്ച് കെട്ടാൻ പറ്റുന്ന ഒരു സ്കോറാണ്. പ്രത്യേകിച്ച് GTക്ക് നല്ല ബൗളേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് എറിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ചിലപ്പം ജയിക്കാം, ഒന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു മാച്ച് ആണെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു ട്രെയിൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനത്തിൽ നമ്മുടെ പഞ്ചാബ് തന്നെ കളി ജയിച്ചു. അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രഡിക്ഷൻ ഇന്നത്തത് സത്യമായിട്ട് വരികയും ചെയ്തു. ലാസ്റ്റിൽ നമ്മുടെ പഞ്ചാബ് തന്നെ കളി ജയിച്ചുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യർ തുടങ്ങിയിരിക്കുകയാണ്. GT നന്നായിട്ട് കളിച്ചു, പൊരുതി തന്നെയാണ് കളിച്ചത്. പൊരുതി തോറ്റു എന്ന് പറയാം വേണമെങ്കിൽ. അങ്ങനെ മറ്റേ രീതിയിലുള്ള ഒരു തോൽവിയല്ല. കാരണം അവർ കുറച്ചും കൂടി ഒന്ന് സ്കോർ ചെയ്തിരുന്നെങ്കിൽ, ബാറ്റിങ്ങിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് GTക്ക് ജയിക്കാമായിരുന്നു. എനിക്കൊന്നൊരു 180-190 റൺസ്, 200 അടുപ്പിച്ച്, 200 കടക്കണമെന്നല്ല, 200 അടുപ്പിച്ച് ഒരു 180+ ഇന്ന് GT എടുത്തിരുന്നെങ്കിൽ പഞ്ചാബിനൊന്ന് പ്രഷർ കൊടുക്കായിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് ബൗളേഴ്സിന്റെയും കൂടി ഒരു ഡേ ആയിരുന്നു, ബാറ്റേഴ്സിന്റെ മാത്രമല്ല, ഇന്ന് ബൗളേഴ്സിന്റെയും കൂടി ഒരു ഡേ ആയിരുന്നു. നാളത്തെ മാച്ച് LSG വേഴ്സസ് DC ആണ്. അക്ഷർ പട്ടേൽ വേഴ്സസ് ഋഷഭ് പന്താണ്.